എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. പേട്ടയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടുവന്ന കാർ കാനയിൽ വീണു. കാർ കയറുകെട്ടി വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. അനിൽ ജോർജിന്റെ വിവരങ്ങളുമായി. അനിൽ ജോർജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പിന്നിലെ കാറ് ഉയർത്താനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. ക്രെയിൻ കൊണ്ടുവന്നിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. പിന്നിലെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. നോക്കിയാൽ നമുക്ക് കാണാം, ഇതൊരു റോഡാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണ് വരുന്ന ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് നഗരസഭകളുടെ അതിർത്തിയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിലറുണ്ട്. എന്താണ് ഇത് കോർപ്പറേഷൻ്റെതാണോ? തോട് ആരുടേതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് അതിർത്തി തോടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് ഇവിടെ. പിന്നെ ഇത് കുറേ കൊല്ലമായിട്ട് തുറന്നു കിടക്കുന്ന റോഡ് പണി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. റോഡ് പണി ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇതേപോലെ തന്നെ മരട് മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധി ഇവിടെയുണ്ട്. ഇത് മരട് നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ ഇത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഫണ്ട് യൂസ് ചെയ്യാം. എന്നാലാവുന്ന വിധം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. കോർപ്പറേഷൻ്റെ ബൗണ്ടറിയാണ്, കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയും ബൗണ്ടറിയാണ്. ഫണ്ട് കോർപ്പറേഷൻ ഉപയോഗിക്കാം. പിന്നിലെ ഇതാണ് മരട് മുനിസിപ്പാലിറ്റിയുടെ ഈ പ്രദേശത്തെ പ്രതിനിധി. അദ്ദേഹം പറയുന്നത് ഇവിടെ മരട് മുനിസിപ്പാലിറ്റിയുടേതല്ല എന്നാണ് പറയുന്നത്. അല്ല, അതിർത്തി തോടാണ്. രണ്ടുപേർക്കും നിൽക്കുന്ന ഒരു അതിർത്തി തോടാണിത്. പക്ഷെ അതിന്റെ സൈഡ് വാള് കെട്ടേണ്ട ഭാഗം കോർപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം കോർപ്പറേഷന്റെ പ്രതിനിധിയുണ്ട്. ഇത് ശരിക്കും സൈഡ് വാൾ കെട്ടേണ്ടത് കോർപ്പറേഷനാണ്. ഞാൻ വരുമ്പോൾ ഇതിങ്ങനെ തന്നെ കിടക്കുന്നതാണ്. ഈ കൊല്ലം ഞാനൊരു ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഇവിടെ പോയ സ്ഥലങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഫയൽ ആരും എടുത്തിട്ടില്ല. കോർപ്പറേഷൻ നമ്മൾ എഴുതി കൊടുത്താലും ഫണ്ട് ഒരാൾ ടെൻഡർ എടുത്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു 25 ലക്ഷം രൂപ കിട്ടിയിട്ട് ഫെൻസിങ് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഇടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഫെൻസിങ് എത്തിക്കാൻ പറ്റിയില്ല. അത് അവർ അവിടം വരെ നിർത്തിയിട്ട് പോയി. അപ്പോൾ ഏതൊരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടം വരെ ചെയ്തായിരുന്നു. അങ്ങനെ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെയാണ് തോടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഞങ്ങളിതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിലും വലിയ വേദനയുണ്ട്. ബിനിലെ, ഇതാണ് രസകരമായ അവസ്ഥ. ഇത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയാണ്. അതുപോലെ രണ്ട് നഗരസഭകളുടെ അതിർത്തിയാണ്. അതുപോലെ തന്നെ തോട് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നിരവധി ആരുടേതാണ് തോട്, ആരുടേതാണ് സ്ഥലം, ആരാണ് ഇതിൻ്റെ അവകാശി എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വലിയ തോതിലുള്ള തർക്കമാണ് നടക്കുന്നത്. നമുക്ക് ഇതൊക്കെ മഴവെള്ളത്തിനോ തോടിനോ ഗൂഗിൾ മാപ്പിനോ അല്ലെങ്കിൽ ആ കാറുകാരനോ അറിയാമായിരുന്നോ? മടുത്തു. ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, ആ തോട് മുഴുവൻ ഇടിഞ്ഞു കിടക്കുക. കുറെ വാഹനങ്ങൾ, സ്കൂട്ടർ എന്ന് ഒരു 15 സ്കൂട്ടറിന് ഇവിടെ വീണിട്ടുണ്ട്. സ്കൂട്ടർ വേണ്ട, കാർ ഇത് ആദ്യമായിട്ടേ വീണിട്ടുള്ളൂ. അത് പുറത്തുനിന്ന് പാവം വന്ന് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് പിന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോവാറുണ്ട്. ഭാഗ്യത്തിന് ഞാൻ പോയതാ ഇന്ന്. ഇപ്പം ഞാൻ കാറുമായിട്ട് ഞാൻ പോയതാ. എന്തോ ഭാഗ്യത്തിന് ഞാൻ കയറി രക്ഷപ്പെട്ടു. അത് ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. 25 കൊല്ലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുക. മണ്ഡലം ഇത് പറയാം, അത് തൃക്കാക്കര മണ്ഡലവും ഇത് തൃപ്പൂണിത്തുറ മണ്ഡലവുമാണ്. 2 മണ്ഡലമാണ്. 2 നഗരസഭകളാണ്. 2 നഗരസഭകളാണ്, 2 മണ്ഡലമാണ്. അതിന്റെ കൂടെ നടുക്കൂടെ ഒഴുകുന്ന തോട് ജില്ലാ പഞ്ചായത്തിൻ്റെതുമാണ്. അങ്ങനെ പറയുന്ന ഇതാണ് അവസ്ഥ. പിന്നിലെ 2 മണ്ഡലങ്ങൾ, ആ റോഡിന്റെ കിഴക്കേ മതില് ഒരു മണ്ഡലമാണ്. അതുപോലെ അതൊരു നഗരസഭയിൽ പെടുന്നതാണ്. ഈ പടിഞ്ഞാറ് സൈഡ് മറ്റൊരു മണ്ഡലമാണ്. അതുപോലെ തന്നെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെടുന്നതാണ്. ഇതിന്റെ നടുക്കൂടെ ഒഴുകുന്ന തോടാകട്ടെ ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് എന്നും പറയുന്നു. ഏതായാലും ആളുകൾ ഇങ്ങനെ കാനയില്ലാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ മഴക്കെട്ടിൽ വന്ന്
വീണ് മരിച്ചു പോയാലും ഇത് ആരുടേതാണ് എന്നത് സംബന്ധിച്ചൊരു തർക്കം അവസാനിക്കും എന്ന് തോന്നുന്നില്ല. എല്ലാ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയെന്ന് ഓരോരുത്തരും അവകാശപ്പെടുമ്പോഴും ഈ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന വെള്ളം പോലെ ഇത് ഈ കാർ ഉയർത്തി വരുമ്പോൾ മുഴുവൻ ചെളിവെള്ളം ഒഴുകുകയാണ്. അതുപോലെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് ഈ തർക്കവും. ഇതുവരെയും ഇത് ആരുടേതാണ് എന്നത് സംബന്ധിച്ച് പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് വളരെ വിചിത്രമാകുന്നത്. ഏത് ജനപ്രതിനിധിയോട്, ഏത് MLA-യോട് തങ്ങളുടെ അവസ്ഥ പറയണം, ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ആളുകളോട് തങ്ങളുടെ അവസ്ഥ പറയണം എന്നത് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു കാര്യം പോലും പറയാൻ വേണ്ടി ഇത്തരത്തിലൊരു കാറ് അപകടത്തിൽ പെടേണ്ടി വന്നു. ഇപ്പോഴും തോട് ആരുടേതാണ് എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. തോട്ടിൽ വീണ കാറ് മാത്രമാണ് ഇപ്പോൾ ആരുടേതാണ് എന്നറിയാൻ കഴിയുന്നത്. ഏതായാലും നാട്ടുകാർ കഠിന പരിശ്രമം നടത്തുന്നുണ്ട് ഇത് ഉയർത്താൻ. നിരവധി വാഹനങ്ങൾ ഇവിടെ ഇതുപോലെ വന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ റോഡിൻ്റെ സൈഡിലെ ഓടകൾക്കൊന്നും തന്നെ സ്ലാബ് ഇട്ടിട്ടില്ല എന്നതാണ്. വലിയ വീതിയുള്ള ഓട നിർമ്മിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം വെള്ളം ഒഴുകി പോകാനുണ്ട്. പക്ഷേ ഈ ഓടകൾക്കൊന്നും ഒരിടത്തും സ്ലാബ് ഇട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആരുടേതാണ് എന്നത് സംബന്ധിച്ചുള്ള തർക്കം അവസാനിക്കുന്നില്ല. മരട് മുനിസിപ്പാലിറ്റിയുടേതാണോ കൊച്ചി കോർപ്പറേഷൻ്റേതാണോ എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. നടുക്കൂട് ഒഴുകുന്ന തോട് ജില്ലാ പഞ്ചായത്തിൻ്റേതാണ് എന്ന് രണ്ടു കൂട്ടരും പറയുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ആരാണ് ഈ തോടിന് സ്ലാബ് ഇടേണ്ടത് എന്നത് സംബന്ധിച്ചുമുള്ള തർക്കമുണ്ട്. നാട്ടുകാരടക്കം എല്ലാവരും വലിയ തോതിൽ ക്ഷുഭിതരാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും കാർ ഉയർത്താനുള്ള കഠിന പരിശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. പിന്നിൽ അനിൽ ഇപ്പോഴെങ്ങാനും ഉയർത്തുമോ? അനിൽ ജോർജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.